എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മുടെ മക്കൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നൂഡിൽസാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വെജിറ്റബിൾ നൂഡിൽസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് ആ നൂഡിൽസിൻ്റെ സ്ട്രിങ്സ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. തമ്മിലൊന്ന് സ്റ്റിക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളത്. ഇനി വെള്ളം തിളക്കുന്ന സമയത്ത് നമുക്കതിലേക്ക് നൂഡിൽസ് ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ ഉപ്പോ മസാലയോ ഒന്നും ഇല്ലാത്ത നൂഡിൽസാണ്. അതുകൊണ്ടാണ് ആവശ്യത്തിനുള്ള ഉപ്പ് നാം ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ട് തിളച്ചിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ ഇങ്ങനെ വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റേണ്ടതാണ്. ഇങ്ങനെ മാറ്റി കഴിഞ്ഞിട്ട് നേരെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പച്ചവെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ സ്ട്രിങ്ങുകൾ തമ്മിൽ നന്നായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ആ ഒട്ടിപ്പിടിക്കൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയൊരു പാത്രം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. അതിലേക്ക് സവാള, ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ് ഇവയെല്ലാം കൂട്ടിയിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. വഴറ്റിയെടുക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാനൊരു മാഗിയുടെ ക്യൂബ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ ഒരു മസാലകളൊന്നും ഇല്ലാത്തൊരു നൂഡിൽസായിരുന്നു. അത് കാരണമാണ് മാഗിയുടെ ക്യൂബ് കൂടി ചേർക്കുന്നത്. അതെല്ലാം ചേർത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് അങ്ങോട്ട് സോഫ്റ്റ് ആവുന്ന വരെ നമ്മൾ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെല്ലാം കടിച്ച് തിന്നാൻ പറ്റുന്ന, പച്ചയ്ക്ക് തന്നെ കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. കുറച്ച് സമയം ഇങ്ങനെ മൂടി വെച്ച് വേവിച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയൊക്കെ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഒരു റോ സ്മെല്ലും റോ ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഇത്ര കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. വെജിറ്റബിൾസൊക്കെ പാതി വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കും അതുപോലെ തന്നെ മല്ലിയുടെ ഇല കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം. അതിനുശേഷം ഒരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുള്ള നൂഡിൽസ് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതിനിടയ്ക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടെന്ന് ചെക്ക് ചെയ്തിട്ട് അതെല്ലാം പാകമാക്കിയതിന് ശേഷം നമുക്കിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇങ്ങനെയുള്ള നൂഡിൽസും അതുപോലെ ഫ്രൈഡ് റൈസൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ വലിയ കടായി എടുത്തിട്ട് ചെയ്യുകയാണ് നല്ലത്. അങ്ങനെ ആകുമ്പോൾ നമുക്കത് ഇളക്കാനും മിക്സ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാവും. ഇതിപ്പോൾ 2 ഫോർക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് കുടഞ്ഞെടുത്തിട്ടാണ് മിക്സാക്കി എടുക്കുന്നത്. അപ്പോൾ വലിയ കടായി ആയിരുന്നെങ്കിൽ ഒന്നും കൂടി ഈസി ആയിരുന്നു. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത്യാവശ്യം എല്ലാ വെജിറ്റബിൾസ് ഉണ്ടാവും. നമ്മൾ മക്കൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ആ വെജിറ്റബിൾസൊക്കെ കിട്ടുന്ന രീതിയിൽ നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നൂഡിൽസ് അത്ര ഹെൽത്തി ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മളെ ഹോം മെയ്ഡ് ആയിട്ടുള്ള നൂഡിൽസ് ആണെങ്കിൽ ഹെൽത്തി ആയിരിക്കും. ഗോതമ്പ് പൊടി വെച്ചൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാലും ഇടയ്ക്കൊക്കെ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കില്ല. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. താങ്ക്